കൊല്ലം കടക്കലിൽ ദമ്പതിമാരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കടക്കൽ അഞ്ചുമുക്ക് സ്വദേശി സുഗതൻ, ഭാര്യ ലത എന്നിവരാണ് മരിച്ചത്. വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ഇരുവരുടെയും മരണം. പോലീസ് എത്തി തുറന്ന നടപടികൾ സ്വീകരിക്കുകയാണ്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, രണ്ടുപേരും വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. അതായത് രണ്ടുപേരും ജീവനെടുക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ആത്മഹത്യക്കുറിപ്പ് മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം കടക്കലിലാണ്. കടക്കൽ വീടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭാര്യ ലത കിടപ്പുമുറിയിൽ കട്ടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഭർത്താവ് തൊട്ടടുത്ത റൂമിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇവരെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിൽ ഒരാൾ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലയിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നു. ബന്ധുക്കളൊക്കെ സ്ഥലത്തെത്തി, പോലീസും സ്ഥലത്തെത്തി. അതിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്കുറിപ്പുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവർ ഇന്ന് വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ്. വിദേശത്ത് ഇവർക്ക് വ്യവസായമൊക്കെ ഉള്ളതാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു മകൻ കൂടിയുണ്ട്. മകൻ കഴിഞ്ഞ ദിവസം തന്നെ വിദേശത്തേക്ക് പോയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതശരീരം ബന്ധുമിത്രാദികൾക്ക് വിട്ടുനടക്കും. കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോം, വിനീഷ്, എന്തായാലും അവരുടെ ഒരു വീടും പരിസരമൊക്കെ കണ്ടിട്ട് അത്ര സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് കുടുംബപരമായ പ്രശ്നമാണോ, മറ്റെന്തെങ്കിലും ദുരൂഹത ഈ മരണത്തിൽ ബന്ധുക്കൾ സംശയിക്കുന്നുണ്ടോ? നിലവിൽ അത്തരം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അത്തരം അഭിപ്രായങ്ങളൊന്നും തന്നെ ഉയരുന്നില്ല. എങ്കിൽ പോലും പോലീസ് സംശയിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിക്കാൻ തക്കതായ കാരണമുണ്ടെന്ന് തന്നെയാണ്. ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവർ. മറ്റുള്ളവരെ അതായത് ഈ പാവങ്ങളെ സഹായിക്കാനൊക്കെ വലിയ മനസ്സുള്ളവരാണ്. ചിതറയിൽ കുറച്ച് വീടും വസ്തുക്കളൊക്കെ ഇഷ്ടദാനമായിട്ട് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ദമ്പതിമാരുടെ ഈ ഒരു മരണം ശരിക്കും നാടിനെ വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഈ സുമനസ്സുകളെ സഹായിക്കാനൊക്കെ വലിയ മനസ്സുള്ള ആളാണ് ഇവർ. വിദേശത്ത് ഇവർക്ക് വീടുണ്ട്. അവിടെ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. ഇന്ന് ഇവർ വിദേശത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ ഈ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നടക്കമാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകൻ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ മകൻ്റെ മൊഴിയൊക്കെ നിർണായകമാണ്. എന്താണ് എന്നുള്ളത് മകൻ നാട്ടിൽ വന്നതിന് ശേഷമാകും പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും ഇത്തരം ഒരു വീട്ടിലെ 2 പേരുടെ ഒരു മരണമാണ് വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വീട്ടമ്മയെ കിടപ്പുമുറിയിൽ ബെഡ്റൂമിൽ തന്നെ മൃതശരീരം കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോഴാകും കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അമ്മയുടെ മരണം എങ്ങനെയാണ് നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോലീസ് അത്തരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. കേട്ടോ, വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ മരണത്തിന് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നൊരു കുടുംബമാണ്. പക്ഷെ പിന്നെ എന്തിനായിരിക്കാം അവർ ജീവനൊടുക്കിയത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.